ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വയനാട് ചൂരൽമല ദുരന്തത്തിൽ ഈ കേരളം അക്ഷമയോടെ കാത്തിരിക്കുവാണ്. 225 പേരെ കാണാനില്ല. 22 കുട്ടികൾ തൻ്റെ ക്ലാസ്സിലുള്ളവരാണെന്നും അവരെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു ടീച്ചർ അലമുറയിടുകയാണ് മാധ്യമങ്ങളിലൂടെ. വീണ്ടും അടുത്ത ദുരന്തത്തിന് കേരളം സാക്ഷിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തെ റെക്കോർഡ് ജലനിരപ്പിലെത്തി ഭാരതപ്പുഴ. ഇരുകരയും മുട്ടി കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 2018 ശേഷം ഭാരതപ്പുഴയിലുണ്ടായ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് 30-ാം തീയതി രേഖപ്പെടുത്തിയത്. കുറ്റിപ്പുറം മിനി പമ്പയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് പുഴ നിറഞ്ഞൊഴുകി. മിനി പമ്പ കടവിലെ ശിവപ്രതിമ ഭൂരിഭാഗവും മൂടിയ നിലയിലാണ്. മിനി പമ്പയിലേക്ക് സന്ദർശകരെ നിരോധിച്ചിട്ടുമുണ്ട്. വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലെ കുറ്റിപ്പുറം നിളയോരം പാർക്ക് താൽക്കാലികമായി അടച്ചിട്ടു. പുഴയോരത്തെ ഒട്ടേറെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തുരുത്തുകളെല്ലാം വെള്ളം മൂടി. ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. ഭാരതപ്പുഴയോരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഭാരതപ്പുഴ നിറഞ്ഞ് തിരുനാവായ ക്ഷേത്രത്തിന്റെ കടവുകൾ മുങ്ങിത്തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. കടവുകളിലെ 2 പടികൾ മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിന് പുറത്തുള്ളത്. വാവിന് മുമ്പ് പുഴയിലെ വെള്ളം താഴുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ എന്നും പറയുന്നു. തിരുനാവായ, പല്ലാർ, തിരുത്തി മേഖലകളിൽ വെള്ളം ഉയർന്നതോടെ ഈ ഭാഗങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ടു. തിരൂർ പുഴ കര കവിഞ്ഞതോടെ തിരൂർ പനമ്പാലത്തും വെള്ളം കയറി. ഇവിടെ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഭാരതപ്പുഴ കവിഞ്ഞു കയറിയതോടെ ചമ്രവട്ടം ക്ഷേത്രത്തില് ഉത്സവവും ആറാട്ടുമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ പുഴയിൽ വെള്ളം കയറുമ്പോഴാണ് ആറാട്ട് നടക്കാറുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ചമ്രവട്ടത്തെ ഒരു തുരുത്തിലാണ് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ തുരുത്തിലേക്ക് ഇന്നലെ രാവിലെ 10 മണിയോടെ വെള്ളം ഇരച്ചെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്കും വെള്ളം കയറി തുടങ്ങി. വൈകിട്ടോടെ തൃപ്പടി കവിഞ്ഞ് ശ്രീകോവിലിലേക്കും വെള്ളമെത്തി. ഇതോടെയാണ് ആറാട്ടുണ്ടായത്. ഇതിനു മുമ്പ് 2018-ലും 2019-ലുമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നത്. ഇന്നലെ വിവരമറിഞ്ഞ് ഒട്ടേറെ ഭക്തർ ഓടിയെത്തിയിട്ടുണ്ട്. പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകുന്ന വരദാനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രകൃതി നമ്മളോട് കോപിച്ചാലും അതിൻ്റെയും ഫലം നമ്മൾ അനുഭവിച്ചേ തീരും. എവിടെ എന്ത് രൂപത്തിലുള്ള ദുരന്തം നടന്നാലും കേരളക്കാർ ഒപ്പമുണ്ടാകും. അത് ഈ പ്രകൃതി നിയമം പോലെയാണ് മലയാളികൾ. നമുക്കറിയാം, പ്രളയം വന്ന സമയത്ത് സ്വന്തം ചുമല് പോലും പാലമാക്കി കൊടുത്ത വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. നടക്കാൻ പറ്റാതെ വന്നപ്പോൾ കമിഴ്ന്നു കിടന്നു, എൻ്റെ പുറത്ത് ചവിട്ടിപ്പോയിക്കോ, എന്നാലും നിങ്ങളുടെ ജീവൻ പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന സന്ദേശം നൽകിയ ആളുകൾ. അവരെ പിന്നീട് കേരളം അവഗണിച്ചു പോട്ടെ. ഇപ്പോഴിതാ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സന്നദ്ധ സംഘടനകളുടെ പേരിൽ ഒരു ഭാഗത്ത് നിന്ന് ഒറ്റയ്ക്കും സംഘടനയായുമൊക്കെ കൂട്ടായും ഒറ്റയ്ക്കും നടത്തുന്ന ഒരുപാട് പണപ്പിരിവുകൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഭക്ഷണവും വസ്ത്രവും അടക്കമുള്ള വസ്തുക്കളുടെ ശേഖരണം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അത് നിർത്തിവെക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുന്നു. ഈ ഘട്ടത്തിൽ അത് ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയയല്ല എന്നും അതുകൊണ്ട് അതിൽ പങ്കാളികൾ ആയിരിക്കുന്ന ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നും ശേഖരിച്ച വസ്തുക്കൾ അതാത് ജില്ലകളിലെ കളക്ട്രേറ്റുകളിലേക്ക് മാറ്റണമെന്നും ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കണമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പുതിയ കൽപ്പന. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക്, അതായത് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്.
ദൈവം അവരെ രക്ഷിക്കട്ടെ. സംഭവത്തിൽ അനുശോചനവും സഹതാപവും അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഒമാൻ സുൽത്താൻ അയച്ച സന്ദേശമാണിത്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 205 കടന്നു. മരണസംഖ്യ കൂടി വരികയാണ്, ഇനിയും കൂടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ വെല്ലുവിളിയായിക്കൊണ്ട് പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നു. രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തേണ്ടി വന്നു. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കേരളത്തിലേക്ക് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1386 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. ഇവരെ 7 ക്യാമ്പുകളിലേക്കും ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 1500-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു പത്ര റിപ്പോർട്ട്. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം സംഭാവന ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയാണ്. ഒറ്റയ്ക്കും കൂട്ടമായിട്ടുമുള്ള പണപ്പിരിവ് വേണ്ട. വ്യക്തികളും സംഘടനകളും ശേഖരിച്ച വസ്തുക്കൾ കളക്ടറേറ്റിൽ എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായി മാത്രമേ കാണേണ്ടതുള്ളൂ എന്ന് മുഖ്യമന്ത്രി. പ്രളയം വന്നപ്പോൾ പറഞ്ഞു, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നൽകി നടപ്പിലാക്കിയിരുന്നെങ്കിൽ പ്രളയം വരത്തില്ലായിരുന്നെന്ന്. അങ്ങനെ എല്ലാ കാലത്തും ഇത് കേൾക്കുന്നുണ്ട്. അതിതീവ്ര മഴ നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ, പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഗൗരവമായി കാണാൻ കഴിയേണ്ടതുണ്ട്. ഓരോ ദിവസവും വർദ്ധിക്കുന്ന കാർബൺ ബഹിർഗമനം, അതുമൂലമുണ്ടാകുന്ന ആഗോള താപനം, ഇവയുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചാരണങ്ങൾ നടത്തരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, മനുഷ്യസ്നേഹികൾ സഹായഹസ്തവുമായി വയനാട്ടിലേക്കുണ്ട്. ദുരന്ത ഭൂമിയായി മാറിയ വയനാടിന് കൈത്താങ്ങാകാൻ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നൽകാൻ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് വിളിച്ചു ചേർത്ത അഫിലിയേറ്റഡ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെയും അതുപോലെ NSS പ്രോഗ്രാം ഓഫീസർമാരുടെയും വിദ്യാർത്ഥി കോർഡിനേറ്റർമാരുടെയും യോഗത്തിലാണ് സർവകലാശാല NSS യൂണിറ്റുകൾ മുഖേന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർവകലാശാല തീരുമാനിച്ചത്. ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെ അവശ്യ സാധനങ്ങളുടെ ശേഖരണത്തിന് ജില്ലാ അടിസ്ഥാനത്തിൽ NSS പ്രോഗ്രാം ഓഫീസർമാർ മേൽനോട്ടം വഹിക്കും. ശേഖരിച്ച സാധനങ്ങൾ വയനാട് എത്തിച്ച് മതിയായവ സംഭരിച്ചു വയ്ക്കാനും ആവശ്യാനുസരണം വിതരണം ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് അറിയുന്നു. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായഹസ്തം നീട്ടുന്നതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന അക്കാദമിക് സമൂഹത്തിന്റെ പങ്ക് വലുതാണ് എന്ന് വൈസ് ചാൻസലർ സജി ഗോപിനാഥ് പറഞ്ഞു. വയനാട് ദുരന്തത്തിനിരയായ ആളുകളെ സഹായിക്കാൻ സർവകലാശാല പ്രതിജ്ഞാബദ്ധരാണ്. ദുരിതബാധിതർക്ക് ആശ്വാസവും സഹായവും നൽകാൻ വിദ്യാർത്ഥികളും ജീവനക്കാരും അധ്യാപകരും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും സാധനങ്ങൾ ശേഖരിക്കാനുള്ള ഡ്രോപ്പ് ഓഫ് പോയിന്റുകൾ സ്ഥാപിക്കും. ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് സർവകലാശാല സഹായം നൽകും. അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നേരിട്ട് സംഭാവന നൽകാനും തീരുമാനമായി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഒരുപാട് ആളുകൾ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ സേവനങ്ങൾ ഉറപ്പു നൽകിയിട്ടുമുണ്ട്. നന്ദി.